വൈകിട്ടേ നമ്മുടെ കൂട്ടുകാർ ഞങ്ങൾ ആദ്യം വന്ന ദീപാരാധനയൊക്കെ തൊഴുതിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരിയും അവളുടെ ഹസ്ബൻഡും വന്നത് കേട്ടോ. വരുന്നുണ്ടെന്ന് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചോറ്റാനിക്കര അമ്മയെ കൊണ്ട് തൊഴുതിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കീഴ്ക്കാവിലേക്ക് പോകണം. അപ്പോൾ പിന്നെ അവർ തൊഴുതതിന് ശേഷം അവരും കൂടെ തൊഴുതു വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് കീഴ്ക്കാവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ക്യൂവിൽ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് നട അടച്ചു. കുറച്ച് നേരം ശിവേലിക്ക് വേണ്ടിയിട്ട് നട അടച്ചു. അങ്ങനെ നട തുറന്നതിന് ശേഷം അവർ തൊഴുതു വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒരുമിച്ചാണ് കീഴ്ക്കാവിൽ പോയി തൊഴുത് കേട്ടോ. തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് മേളിലോട്ട് കയറി വന്നു കേട്ടോ. എല്ലാം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ ഉണ്ട്. പിന്നെ അവളെ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല, അതിങ്ങനെ ഞങ്ങളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം അവിടെ എല്ലായിടത്തും ഒന്ന് നോക്കി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ മൂലസ്ഥാനം, നമ്മുടെ ദേവിയുടെ മൂലസ്ഥാനം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുതു. ശിവനെയും നമ്മുടെ ഗണപതിനെയും എല്ലാവരെയും തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യം, നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും മഴ, നമ്മൾ പോയ അന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അന്നും പിറ്റേ ദിവസം പിന്നെ അവിടെ ഒരു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് പൊറോട്ട തിന്നുകൊണ്ട് തന്നെ അവരെ കൂടെ ഇരിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു വട മാത്രം ചായയും കഴിച്ചിട്ട് അവർ നെയ്റോസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നേ. എനിക്കെല്ലാം ബ്ലറാണ്. എനിക്കൊരു ഇടയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു മൊത്തത്തിൽ ബ്ലർ അടിച്ചിട്ട് ഞാൻ സമയോട് പറഞ്ഞു എനിക്ക് മൊത്തം ബ്ലറാവണം. ആ സമയത്താണ് എൻ്റെ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞ കയ്യും കാലും വേദന. അപ്പോഴേ ഡോക്ടറിനോട് പറഞ്ഞു വൈറ്റമിൻ ഡി ഒന്ന് നോക്കണം കേട്ടോ. ഇല്ലാതെ തലേ ദിവസം രാത്രി അവർ കുറേ നേരം വൈകിട്ടാണ് അവർ റൂമിൽ നിന്ന് പോയത് കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ പോയി കിടന്നുറങ്ങി. നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഡ്രസ്സ് 2 എണ്ണം എടുത്ത് വെച്ചുള്ളൂ, കൂടുതൽ ഡ്രസ്സ് എടുത്ത് വെച്ചില്ല, മറന്നു പോയിട്ടോ. അതിവിടെ തന്നെ വെച്ച് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സನ್ನು ഇട്ടിട്ട് പോകേണ്ടി വന്നു. അതാണ് ഒരു അബദ്ധം പറ്റിയത്. പിറ്റേ ദിവസം നമ്മൾ ഫ്രഷായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയി രാവിലെ തന്നെ പോയിട്ട് തൊഴുതുട്ടോ. കാരണം നമ്മളൊരു 10:30 ട്രെയിനിന് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ തിങ്കളാഴ്ച ചെയ്ത് കാരണം കൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും മഴയും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ആ പന്തലിൻ്റെ പുറത്ത് നമ്മൾ ശാന്തമായി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. ഇഷ്ടമാണ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പോക്കറ്റ്